ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോം ക്രൂസിനെ കുറിച്ചാണ്. 62 വയസ്സുണ്ട് പുള്ളിക്ക്. പക്ഷേ ആക്ഷൻ്റെ കാര്യത്തിൽ 62 22 വയസ്സുകാരനാണെന്ന് തോന്നിപ്പോവും. അത്രയ്ക്ക് അടിപൊളി ആക്ഷനാണ് അദ്ദേഹം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് തന്നെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ ഇന്ന്. 62 വയസ്സുള്ളപ്പോൾ മിക്ക അഭിനേതാക്കളും സുഖകരമായി വിരമിക്കലിലേക്കോ അല്ലെങ്കിൽ ഒന്നും ആക്ഷനൊന്നും ഇല്ലാത്ത കുറഞ്ഞ റോളുകളിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ടോം ക്രൂസ് അങ്ങനെയൊന്നുമല്ല. പതിവിൽ നിന്നും വ്യത്യസ്തനായ ഒരാളാണ് ടോം ക്രൂസ്. ആക്ഷൻ എന്നുള്ള ഇതാണ് അദ്ദേഹത്തിന്. മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസി 3-ാം ദശകത്തിലേക്ക് കടക്കുമ്പോഴും ആക്ഷൻ ഫിലിം മേക്കിങ്ങിൻ്റെ സുവർണ്ണ നിലവാരം എന്ന് മാത്രം വിശേഷിപ്പിക്കാവുന്ന കാര്യങ്ങൾ നൽകുന്നതിന് അദ്ദേഹം പ്രായം ഒരു പരിമിതിയല്ല എന്ന് കാണിക്കുകയാണ്. പ്രായത്തിൻ്റെ എല്ലാ പരിധികളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ മിഷൻ ഇമ്പോസിബിൾ മുന്നിൽ നിന്ന് നയിക്കുന്നത്. 30 വർഷമായി മിഷൻ ഇമ്പോസിബിളും അതിലെ നായകനായ ഏതൻ ഹണ്ടും നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ടിപ്പോഴും നമുക്കത് പുതുമ തോന്നുന്നുണ്ട്. ഓരോ സീരീസ് ഇറങ്ങുമ്പോഴും നമ്മളത് കാണാറുണ്ട്. ഹെലികോപ്റ്ററുകൾ പറത്തുന്നതും അങ്ങനെ നല്ല തണുത്ത വെള്ളത്തിനടിയിൽ കിടക്കുന്നതും ഒക്കെ നമ്മൾ ടോം ക്രൂസിൻ്റെ പ്രകടനം കണ്ട് കാണുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ശരീരവും ആത്മാവും പ്രതിജ്ഞാബദ്ധമാണ്, ഫലമോ വികാരഭരിതവുമാണ്. ദി ഹോളിവുഡ് റിപ്പോർട്ടറിന് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ ആകർഷിക്കുന്നത്. എൻ്റെ 80കളിൽ സിനിമകൾ നിർമ്മിക്കുമെന്ന് ഞാൻ പറഞ്ഞു. വാസ്തവത്തിൽ ഞാൻ അവയെ എൻ്റെ 100കളിൽ നിർമ്മിക്കും. തുടർന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഞാൻ ഒരിക്കലും നിർത്തില്ല. ഞാൻ ഒരിക്കലും ആക്ഷൻ ചെയ്യുന്നത് നിർത്തില്ല. നാടകം, കോമഡി സിനിമകൾ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും നിർത്തില്ല. ഞാൻ ആവേശത്തിലാണ്. വെറും പ്രശംസയല്ല, ലോകമെമ്പാടുമുള്ള ടിക്കറ്റ് വിൽപ്പനയിലേക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ അത് മാറുന്നു. മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കണിംഗ് ഇന്ത്യയിൽ റിലീസ് ചെയ്തപ്പോൾ ആഗോള റിലീസിന് 6 ദിവസം മുമ്പ് പ്രേക്ഷകർ ആവേശത്തോടെയാണ് പ്രതികരിച്ചത്. ആദ്യ ദിനം തന്നെ 17.5 കോടിയാണ് നേടിയത്. 2025 ഇതുവരെയുള്ള ഏതൊരു ഹോളിവുഡ് ചിത്രത്തിനും ലഭിച്ച ഏറ്റവും ഉയർന്ന ഓപ്പണിംഗ് ആണിത്. ഒരു വീക്ഷണകോണിൽ പറഞ്ഞാൽ ക്യാപ്റ്റൻ അമേരിക്ക, ബ്രേവ് ന്യൂ വേൾഡ്, തണ്ടർ ബോൾട്ട് തുടങ്ങിയ പ്രധാന ടൈറ്റിലുകളെ ഈ ചിത്രം മറികടന്നു എന്ന് വേണം പറയാൻ. ടോം ക്രൂസിൻ്റെ യഥാർത്ഥ പേര് നമുക്കറിയണ്ടേ? തോമസ് ക്രൂസ് മാപ്പോത്തർ 4-മൻ. അതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമധേയം. 1962 ജൂലൈ 3-നാണ് അദ്ദേഹം ജനിക്കുന്നത്. എക്കാലത്തെയും ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന നടന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാൾ കൂടിയാണ് ടോം ക്രൂസ്. 1980കളുടെ തുടക്കത്തിൽ കളർ ഓഫ് മണി, റെയിൻ മാൻ, ബോൺ ഓഫ് ദി 4th ഓഫ് ജൂലൈ എന്നീ നാടകങ്ങളിലെ വേഷങ്ങളിലൂടെ നിരൂപക പ്രശംസകം അദ്ദേഹം നേടി. 18 വയസ്സുള്ളപ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും അനുഗ്രഹത്തോടെ അഭിനയ ജീവിതം തുടരാൻ ക്രൂസ് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് താമസം മാറി. ന്യൂയോർക്കിൽ ഒരു ബസ് ബോയിയായി ജോലി ചെയ്ത ശേഷം ടെലിവിഷൻ വേഷങ്ങൾക്കായി ശ്രമിക്കാൻ അദ്ദേഹം ലോസ് ഏഞ്ചൽസിലേക്ക് പോയി. CAAയുമായി ഒപ്പുവെച്ച് സിനിമകളിൽ അഭിനയിക്കാൻ തുടങ്ങി. 1981 പുറത്തിറങ്ങിയ ഐലൻഡ് ലവ് എന്ന ചിത്രത്തിലെ ഒരു ചെറിയ വേഷത്തിലൂടെയാണ് അദ്ദേഹം ചലച്ചിത്ര രംഗത്തേക്ക് ആദ്യം വന്നത്. തുടർന്ന് ആ വർഷം അവസാനം ടാപ്സിൽ ഒരു ഭ്രാന്തൻ മിലിറ്ററി അക്കാഡമി വിദ്യാർത്ഥിയായ ഒരു പ്രധാന സഹനടനായി അഭിനയിച്ചു. പശ്ചാത്തല നടനായി ക്രൂസ് ആദ്യം പ്രത്യക്ഷപ്പെടേണ്ടതായിരുന്നു. എന്നാൽ സംവിധായകൻ ഹരോൾഡ് ബേക്കറെ ആകർഷിച്ചതിനു ശേഷം അദ്ദേഹത്തിൻ്റെ വേഷം വിപുലീകരിച്ചു. 1983 ഫ്രാൻസിസ് ഫോർഡ് കൊപ്പോളയുടെ ദി ഔട്ട്സൈഡേഴ്സിൽ സംഘത്തിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹം. അവിടെ തുടങ്ങിയ ജീവിതമാണ് ഇപ്പോൾ 2025 അവസാനിക്കുന്നില്ല. ആക്ഷൻ പരമ്പരകൾ തന്നെയാണ് അദ്ദേഹം നമുക്കായി സൃഷ്ടിച്ചിരിക്കുന്നത്. സ്വകാര്യ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ക്രൂസ് 3 തവണ വിവാഹിതനാവുകയും ബന്ധം വേർപെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 3 മക്കളിൽ 2 പേർ ദത്തെടുക്കപ്പെട്ടവരാണ്. വിവാഹത്തിന് മുമ്പാകട്ടെ 1980കളിൽ ക്രൂസ് തന്നേക്കാൾ പ്രായം കൂടിയ സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. 3 വർഷം മൂത്ത റെബേക്ക ഡി മോർനെ, 9 വർഷം മൂത്ത പാറ്റി സ്കൽഫിയ, 16 വർഷം മൂത്ത ചെർ എന്നിവർ അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ട്സ് ആയിരുന്നു. ക്രൂസ് 1987 മെയ് 9 നടി മിമി റേജേഴ്സിനെ വിവാഹം ചെയ്തു. 1990 ഫെബ്രുവരി 4 അവർ ഡിവോഴ്സ് ചെയ്തു.
ക്രൂസ് തൻ്റെ രണ്ടാം ഭാര്യയായ നിക്കോൾ കിഡ്മാനെ കണ്ടുമുട്ടുന്നത് ഇരുവരും ഒന്നിച്ചഭിനയിച്ച ഡേയ്സ് ഓഫ് തണ്ടറിൻ്റെ സെറ്റിൽ വെച്ചാണ്. 1990 ഡിസംബർ 24 അവർ വിവാഹിതരായി. ക്രൂസ് കിഡ്മാനും ഇസബെല്ല കോർണർ ആന്റണി എന്നീ 2 കുട്ടികളെ ദത്തെടുത്തു. 2001 അവർ ബന്ധം വേർപെടുത്തി. 2005 ഏപ്രിൽ മാസം തൊട്ട് ക്രൂസ് കാറ്റി ഹോംസുമായി ഡേറ്റിംഗ് തുടങ്ങി. ഏപ്രിൽ 27 ഇരുവരും ഒരുമിച്ച് ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ 2006 നവംബർ 18 ഇരുവരും വിവാഹിതരായി. 2012 ജൂൺ 29 ഡിവോഴ്സുമായി. പ്രൊഫഷണൽ ജീവിതത്തിൽ ആക്ഷൻ കഴിഞ്ഞ് ടോം ക്രൂസിന് മറ്റെന്തുമുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.